ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരസ് റെസിപ്പീസ്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അണ്ട കൊട്ടാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ കൂടി ചേർക്കാം. അപ്പം നമ്മൾ ബട്ടർ ചേർക്കുകയാണല്ലോ, അപ്പോൾ അത് ബട്ടറുടെ കളർ മാറാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ട് അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ്, ലൈറ്റായിട്ട് ഉപ്പും കുറച്ച് നമ്മുടെ മല്ലി ഇലയെ കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്നും ഒരു ഹാഫ് ബോയിൽ ആകുമ്പോഴത്തേക്കും നമുക്കത് എടുത്ത് മാറ്റാം. അങ്ങനെ ഒരു 4 എണ്ണം നമുക്ക് അങ്ങനെ ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 6-8 പേർക്ക് കഴിക്കാവുന്നത്ര ഉള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മളുടെ എന്താ പറയുക ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് കുറച്ചിട്ട് അതനുസരിച്ചിട്ട് എത്ര പേരുണ്ടോ അതനുസരിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാൻ അതിലേക്കൊരു 3 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളുടെ ഒരു 3 നമ്മളുടെ മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 3 നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ നീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, അവളുടെ പ്രിപ്പറേഷനാണേ. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, കാരണം ഞാൻ കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയുടെ ഇല, അതായത് നമ്മളുടെ ഉള്ളിച്ചെപ്പൊക്കെ ഉള്ളിയുടെ ചീരയൊക്കെ പോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് അനിയനൊക്കെ പോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ വെളുത്തുള്ളിയുടെ തണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, പക്ഷെ അത് ഇട്ടാൽ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കിട്ടിയാൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്കതൊന്ന് വഴണ്ടി വന്നവരാ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം കൊറിയൻഡർ പൗഡർ, പിന്നെ 1 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടി കേട്ടോ, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് ഉടഞ്ഞ് ചേരണം. ഇനി സ്മാഷർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയാണ്. അപ്പം അത് നമ്മുടെ തക്കാളി ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, അത് തക്കാളി ഇങ്ങനെ ഒഴിച്ച് നിൽക്കരുത്. അപ്പം അതുകൊണ്ടാണ് നന്നായിട്ട് തക്കാളിയെ ഉടച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ ഇപ്പൊ ഇവിടെ 6 മുട്ടയാണ് കേട്ടോ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര പേരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കണം. അപ്പൊ അതനുസരിച്ചിട്ട് കുറച്ച് മുട്ടയുടെ അളവും ഉള്ളിയുടെ അളവൊക്കെ നിങ്ങൾ കുറച്ചിടുക കേട്ടോ. അപ്പൊ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ മുട്ട അതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ നമ്മൾ 10 മുട്ടയാണ് ഉപയോഗിച്ചേക്കണത്. അതായത് 4 എണ്ണം നമ്മൾ പുൾസൈ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹാഫ് ബോയിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മളുടെ 6 എണ്ണം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത് വെച്ച് ബുൾസൈ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് എന്താ പറയുക, നമുക്ക് തൂറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് കുത്തി നമ്മുടെ ചട്ടാൻ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 കൂടെ അങ്ങനെ ടോട്ടൽ 4 മുട്ട നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തതും 6 മുട്ട നമ്മൾ പുഴുങ്ങിയ മുട്ടയും അതും ചേർത്ത് അങ്ങനെ ടോട്ടൽ 10 മുട്ടയാണ് ഇവിടെ എടുത്തേക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞങ്ങളൊരു 8 പേരുടെ ഇത് ടോട്ടൽ ഒരു 8 പേര് കഴിച്ചിട്ടുണ്ട് ഇത്രയും. അപ്പം നിങ്ങളതനുസരിച്ച് എടുക്കട്ടെ. അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെ എംബ്രോയിഡറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. ഓക്കെ, ബൈ.